കറങ്ങുന്ന ഫ്ലോർ അല്ലെങ്കിൽ കറങ്ങുന്ന റെസ്റ്റോറൻറ്റ്. നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇച്ചിരി ലേറ്റാണ്, കുറച്ച് സ്പീഡ് കറക്കുക. സിഡ്നി സിറ്റിയിൽ ഒരു 5 മണി വരെയൊക്കെ ഓഫീസിൻ്റെ തിരക്കും കാര്യങ്ങളും. Hello everyone, welcome back to my channel. എല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഇന്ന് ഈ ഒരുങ്ങിക്കെട്ടി കഥകളി വേഷത്തിൽ നിന്നല്ലേ നമ്മൾ ഇന്ന് ഒരു ഡേറ്റ് നൈറ്റിന് പോവുകയാണ്, അല്ലെങ്കിൽ ഡിന്നർ ഡേറ്റിന് പോവുകയാണ്. അത് പോകുന്ന സ്ഥലം സിഡ്നി സിറ്റിയിൽ ഓബാർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിങ്ങനെ റിവോൾവിങ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മളവിടെ ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അതിങ്ങനെ റിവോൾവ് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത് സിഡ്നി സിറ്റിയിൽ. അങ്ങനെ ഭയങ്കര സ്പീഡിലൊന്നുമില്ല, ചെറുതായിട്ട് റിവോൾവിങ് ആണ്. അപ്പോൾ നമ്മളവിടെ ഒരു വിൻഡോയുടെ അടുത്തായിട്ടൊരു ടേബിളൊക്കെ റിസർവ് ചെയ്തിട്ടുണ്ട്. ഡിന്നറായിട്ടല്ല നമ്മൾ കഴിക്കാൻ പോകുന്നത്, കാരണം ഞങ്ങൾ ഓൾറെഡി ഡിന്നർ കഴിച്ചു. അവസാനത്തെ ഒരു ചെറിയൊരു ടേബിൾ എക്സ്പീരിയൻസ് പോലെ ചെറിയൊരു ടേബിൾ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ ഒരു കോക്ടെയിൽ ടേബിൾ എക്സ്പീരിയൻസ് ആണ്, ജസ്റ്റ് 2 hours സെഷൻ. അപ്പോൾ അത് ആണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കാണാൻ പോകും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ വാ, കൂടെ പോരെ. നമ്മൾ കാർ എടുക്കുന്നില്ല, പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. കാർ എടുത്തു കഴിഞ്ഞാൽ സിറ്റിയിൽ പാർക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. ഫൈൻ ഡൈനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് അശ്വിനൊരു ഫൈൻ ഡ്രസ്സ്, ഒരു ലിനൻ ഷർട്ടും ഒരു ലിനൻ പാൻറ്റും, ഞാനിങ്ങനെ ഒരു ഡ്രസ്സ്. സമയം ഇവിടെ ഇപ്പോൾ 8:15 സമ്മർ ആയതുകൊണ്ട് കണ്ടില്ല, ഇപ്പോഴും കുറച്ച് വെളിച്ചമുണ്ട് ആകാശത്ത്. നമ്മൾ സ്റ്റേഷൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. കാർ എടുത്താൽ മതിയായിരുന്നല്ലേ, പക്ഷേ അതെ, കാർ എടുത്തിരുന്നെങ്കിൽ പാർക്കിങ് ഭയങ്കര പാടായിപ്പോ തന്നെ. അതെ, പാർക്കിങ് കിട്ടാൻ തന്നെ ഒരു 20 minutes സിറ്റി കിടന്ന് കറങ്ങേണ്ട വന്നേനെ. അതിലും ഭേദം ട്രെയിൻ തന്നെയാണ്. നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് ഇവിടുന്ന് ട്രെയിൻ പിടിച്ച് ഡയറക്റ്റ് നമുക്ക് ഒറ്റ ട്രെയിൻ പിടിച്ചാൽ മതി. ട്രെയിനല്ല, ഇത് മെട്രോ ആണ്. അപ്പോൾ ഒരു മെട്രോ പിടിച്ച് നമ്മുടെ ആ പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉള്ള ഒരു സ്ഥലമുണ്ട്, ടൗൺ ഹാളിൽ ഇറങ്ങണം. എന്നിട്ട് അവിടെ 9 minutes walk ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു ട്രെയിൻ പോയി ഓൾറെഡി. ഇനിയിപ്പോൾ 10 minute കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിൻ. കാരണം വൈകുന്നേരം 8:30 ആയതുകൊണ്ട് 10 minute ഇൻ്റർവെല്ലാണ് ട്രെയിൻസ് മെട്രോ വരുന്നത്. അല്ലെങ്കിൽ രാവിലെയൊക്കെ ആണെങ്കിൽ 3 minutes 4 minutes ഇൻ്റർവെല്ലാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് മെട്രോ ലൈനാട്ടോ ഉള്ളത്, ട്രെയിൻ ലൈൻ അല്ല. അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറി മാർട്ടിൻ പ്ലേസ് എത്തി. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഇച്ചിരി നടക്കാനുണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ്. എന്താ നമ്മളെത്തി. നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇച്ചിരി ലേറ്റാണ്, കുറച്ച് സ്പീഡ് കറക്കുക. സിഡ്നി സിറ്റിയിൽ ഒരു 5 മണി വരെയൊക്കെ ഓഫീസിൻ്റെ തിരക്കും കാര്യങ്ങളും. പിന്നെ 8 മണി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വീക്കെൻഡ് ഫുള്ള് പാർട്ടി ആൾക്കാരായിരിക്കും. ഇവിടെ അത്രയില്ല, മാർട്ടിൻ പ്ലേസിൽ കുറച്ചും കൂടെ ആ ഹാർബറിൻ്റെ സൈഡിലോടൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ള് അതേ ആയിരിക്കും. ഇവിടെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇതാന്ന് തോന്നുന്നു, അറിയില്ല, നോക്കണം. ഏതോ ആണ്.
അങ്ങനെതാ നമ്മളെത്തി, ഓബാറിലെത്തി. അപ്പം നമ്മൾ നേരത്തെ കണ്ട അതേ ബിൽഡിങ് തന്നെ, പക്ഷേ എൻട്രൻസ് വേറെ. പിന്നെ ഇതിന്ന് 14th ഫ്ലോർ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ കണ്ട ഒരു ഓർമ്മ. അങ്ങനെ നമ്മളിതാ എത്തി. അതിൻ്റെ ലിഫ്റ്റിലാണ്. എത്രാമത്തെ ഫ്ലോറാ? 47. ഓ 47. ഞാൻ 14th എന്നാണ് പറഞ്ഞത്. 47th ഫ്ലോറാണ്. കറങ്ങുന്ന ഫ്ലോർ അല്ലെങ്കിൽ കറങ്ങുന്ന റെസ്റ്റോറൻറ്റ്, റിവോൾവിങ് എന്നാണ് വായിച്ചിട്ടുള്ളത്. നമുക്ക് പോയി നോക്കുമ്പോൾ അറിയാം എത്രത്തോളം റിവോൾവിങ് ആണെന്ന്. തല ഇറങ്ങും ഇനി. ഫ്രീ ആയിട്ട് തല കറങ്ങാം. 47th ഫ്ലോർ. എൻ്റെ പേരിലാട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റ് വന്നു. നമ്മുടെ റിസർവേഷൻ കാണിച്ചപ്പോൾ നമ്മുടെ ടേബിളിലോട്ട് അവർ കൊണ്ടുപോവാണ്. നമ്മൾ വിൻഡോയുടെ അടുത്തുള്ള ടേബിളാട്ടോ ബുക്ക് ചെയ്തത്. എന്നാലല്ലേ കറങ്ങുന്നത് നന്നായി കാണാൻ പറ്റുള്ളൂ. ഞങ്ങളിത് ബുക്ക് ചെയ്തത് ഓബാർ റെസ്റ്റോറൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ കേട്ടോ. അപ്പോൾ വിൻഡോ സീറ്റ്, വിൻഡോ ടേബിൾ ഗ്യാരൻറ്റീഡ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ബുക്ക് ചെയ്യണം. ഡിസേർട്ട് എക്സ്പീരിയൻസ് ഉണ്ട്, കോക്ടെയിൽ എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തത് കോക്ടെയിൽ എക്സ്പീരിയൻസ് ആണ്. ഇത് കൂടാണ്ട് നമുക്കല്ലാതെ നമുക്ക് ഫുഡ് വേറെ നമുക്ക് ഓർഡർ ചെയ്ത് അലാക്കാട്ടെ പോലെ കഴിക്കുകയും ചെയ്യാം. പക്ഷേ അത് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടാണ് ഞങ്ങൾ കോക്ടെയിൽ എക്സ്പീരിയൻസ് ബുക്ക് ചെയ്തത്. അപ്പോൾ അപ്പോഴും തോന്നുന്നത് ഇതാണ് മൂവ് ചെയ്യുന്നത്, ഈ പുറത്തെ ഔട്ടറാണ് മൂവ് ചെയ്യുന്നത്, നമ്മളല്ല. ഈ ഫ്ലോറ് എനിക്ക് ആദ്യം തോന്നിയത് ഇതിൻ്റെ വിൻഡോ മാത്രമേ മൂവ് ചെയ്യുന്നതെന്ന് കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് അല്ല, ഫുൾ ആ ഫ്ലോർ തന്നെ മൂവ് ചെയ്യുന്നുണ്ടെന്ന്. നമ്മുടെ ഡ്രിങ്ക് വന്നു. ഇത് ഒരു ലിച്ചി വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ലിച്ചി വോഡ്ക ഒരു കോക്ടെയിലാണ്. അത് മോക്ടെയിലാണ്. ഈ വീഡിയോ ഞാൻ എടുത്തത് ഇതിൻ്റെ റിവോൾവിങ് മൂവ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇപ്പോൾ ആ മിററിനകത്ത് ഇപ്പം എന്നെ കാണുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ കാണാനുണ്ടാവും. കണ്ടില്ലേ? അപ്പോൾ ഇത് ഞാൻ ക്യാമറ മാറ്റിയതല്ല കേട്ടോ, പക്ഷെ നമ്മളിങ്ങനെ പയ്യെ മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിലും ഇപ്പോൾ കണ്ടില്ലേ, ആ മൂവ്മെൻറ്റ് നമ്മൾ അറിയണമെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ റെഫറൻസ് ആക്കി വെക്കണം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഫുൾ ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് അല്ലാണ്ട് അറിയാനായിട്ട് വഴി. അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും ഒരു ബിൽഡിംഗ് നമ്മൾ റെഫറൻസ് ആക്കി വെക്കുക. പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നോക്കുമ്പോൾ ആ ബിൽഡിംഗ് കുറച്ചും കൂടെ മൂവ് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് മാറിയിട്ടുണ്ടാവും. ശരിക്കും കറങ്ങുന്നുണ്ട്. ഭയങ്കര സ്ലോ ആയിട്ടാണ് കറങ്ങുന്നത്, പക്ഷെ കറങ്ങുന്നു. ഒത്തിരി സ്ലോ അല്ല, എന്നാലും നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിനെ റെഫറൻസ് വെക്കുകയാണെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ അതിപ്പുറത്തെ സൈഡിലായിട്ടുണ്ടാവും. രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. So we have here the tapas stand for you. Yeah. So we have your feta with cucumber on the top. Here we have the kingfish sashimi sushi. Sure. Here we have the sweet corn falafel with hummus. Here we have the ocean trout. And here we have the meat buns with mortadella and oregano on top. Yeah. Thank you. You're welcome to join. Take a picture first, please. Of course. നമ്മുടെ ഡ്രിങ്ക് ഇതാണ്. നമ്മുടെ സ്റ്റാൻഡ്, ടപ്പാസ് സ്റ്റാൻഡ്. എന്തൊക്കെയോ കുറച്ച് ബൈറ്റ്സ്, ഡിപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ദൂരോട്ട് നോക്കുമ്പോഴല്ലോ നേരത്തെ കണ്ട സീനറി അല്ല ഇപ്പം കാണുന്നത്. ഇപ്പം ഞങ്ങൾക്ക് പയ്യെ ഓപ്പറ ഹൗസ് കണ്ടു തുടങ്ങി. ഓപ്പറ ഹൗസ് ഞങ്ങളുടെ റൈറ്റിൽ വന്നു തുടങ്ങി. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും അത് നമ്മുടെ നേരെയാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ലെഫ്റ്റിലോട്ട് പോവും. അതിൻ്റെ അർത്ഥം നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെന്നാണല്ലോ. പിന്നെ നമ്മുടെ ഫുഡ് വന്നു. ഇതൊക്കെയായിരുന്നു കുറച്ച് ചെറിയ സ്നാക്സ് പോലത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു. സഷിമി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഫിഷിൻ്റെ ട്യൂണഡ് ഐറ്റം ഉണ്ട്, പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മറന്നു പോയിട്ടോ. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ട് ആ സിഡ്നി ഓപ്പറ ഹൗസ് നമുക്ക് കുറച്ചും കൂടെ നല്ല ക്ലിയർ ആയിട്ട് വ്യൂ കാണുന്ന പോലെ ഒരു പൊസിഷനിലോട്ട് എത്തി. നല്ല രസമായിരുന്നു. ഇത് കണ്ടോ, ഇതിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ചെറുതായിട്ട് മൂവ് ചെയ്യുന്നത് കണ്ടില്ലേ. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു തടിയുടെ പാനലിങ് ഓപ്പറ ഹൗസ് മറയ്ക്കുന്നത് കണ്ടില്ലേ. ഇത് ഞാൻ ക്യാമറ മൂവ് ചെയ്യുന്നതല്ല, നമ്മുടെ ഫ്ലോറ് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ തോന്നുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അത് നമ്മുടെ ഓപ്പറ ഹൗസ്. അതിൻ്റെ താഴെ കാണുന്ന ചെറിയൊരു വെള്ളം, അത് ഹാർബറാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് മൊത്തം വെള്ളമാണ്, കടലാണ്. പക്ഷേ ഈ രാത്രി ഒന്നും കാണത്തില്ല. വന്ന ചെറിയ സ്മോൾ പ്ലേറ്റ്സും ഡിപ്സും
കുറച്ച് ബ്രെഡ്സ് ബാക്കി ഇരിപ്പുണ്ട്, ബാക്കിയൊക്കെ ഒരു വിധം നമ്മൾ കഴിച്ചു. ഇപ്പൊ സമയം 11 മണി. നമ്മള് 9:30 വന്ന ഒരു 2 മണിക്കൂറോളമാണ് നമുക്ക് ഇവിടെ ഇരിക്കാവുന്നത്. നമ്മളെല്ലാം കഴിച്ചു, കുറച്ചു നേരം വെറുതെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ ഒരു 1.5 മണിക്കൂറായി. ഇനി തിരിച്ചു പോവാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഒരുവിധം എല്ലാം കഴിച്ചു, കുറെ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിങ്ങനെ കറങ്ങുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇല്ലേ? ഇത് കറങ്ങുന്ന കാണാൻ നല്ല രസമില്ലായിരുന്നു പറയുന്ന. ഇത് ജോർജ് സ്ട്രീറ്റ് കാണാം ഇവിടുന്ന് ഇപ്പൊ ട്രാം. അപ്പോൾ നമ്മൾ കറങ്ങി അവസാനം ഇപ്പോൾ ജോർജ് സ്ട്രീറ്റ് കണ്ടു. ജോർജ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഡ്നി CBDയിലെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. ഷോപ്പിങ്ങും പിന്നെ ഓഫീസസൊക്കെ ഉള്ള ഒരു മെയിൻ ആയിട്ടുള്ള സ്ട്രീറ്റ്. അപ്പോൾ അവിടെ ട്രാം പോകുന്ന കണ്ടില്ലേ? ഞങ്ങൾ മോളിൽ നിന്ന് സൂം ചെയ്തപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും. നല്ല രസമായിരുന്നു ഈ രാത്രി ലൈറ്റിൽ ഇങ്ങനെ ഓരോന്ന് കാണുന്നത്. നമ്മളിങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബിൽഡിങ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നേരത്തെ ഓപ്പറ ഹൗസ് കണ്ടു, ഇപ്പോൾ ജോർജ് സ്ട്രീറ്റ് എത്തി. അപ്പോൾ നമ്മളിങ്ങനെ സിഡ്നിയിലെ ഫുൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. നല്ല രസമുണ്ട്. ഇഷ്ടപ്പെട്ടോ എക്സ്പീരിയൻസ്? അടിപൊളി അല്ലേ? കറങ്ങുന്ന സംഭവം കൊള്ളാം. ഒരു 1 ടൈം എക്സ്പീരിയൻസ് ഒക്കെ നല്ല രസമുണ്ട്. അപ്പോ പിന്നെ വേറെ ഒന്നുമില്ല. ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.